മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവർക്കായുള്ള സർവമത പ്രാർത്ഥന തുടങ്ങി. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, OR കെഡു തുടങ്ങിയവർ പങ്കെടുക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 1 മാസം തികയുകയാണ്. ഹൃദയഭൂമിയിൽ ഉറ്റവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഹൃദയഭൂമിയിൽ ഇപ്പോൾ സർവമത പ്രാർത്ഥന തുടങ്ങുകയാണ്. മുഹമ്മദ് ഷഹീദാണ് അവിടെയുള്ള. ഷഹീദ്, 3 മന്ത്രിമാർ ഉൾപ്പെടെ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്? ഷഹീദ്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവർക്കായുള്ള സർവമത പ്രാർത്ഥന തുടങ്ങുകയാണ്. 100 കണക്കിന് പേരാണ് രാവിലെ മുതൽ ഈ ഭൂമിയിലേക്ക്, ഓർമ്മകൾ ഉറങ്ങുന്ന ദുരന്തബാക്കിയായി ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണീർ കാഴ്ചകളായിരുന്നു നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലെല്ലാം ഇവിടെ നിന്ന് കണ്ടത്. ഉറ്റവരുടെ ഓർമ്മകളിലാണ് നമ്മളാകെ. ദുരന്തഭൂമിക്ക് സമീപം ഹൃദയഭൂമിയിൽ ഇപ്പോൾ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഷഹീദ്, സർവമത പ്രാർത്ഥന തുടങ്ങിയോ? മന്ത്രിമാർ ഉൾപ്പെടെ ആരെല്ലാം ഉണ്ട്? തീർച്ചയായും മന്ത്രിമാരുണ്ട്. മന്ത്രിമാരായ OR കെഡു, മുഹമ്മദ് റിയാസുണ്ട്, കെ രാജുണ്ട്. ഒപ്പം തന്നെ വിവിധ മത സമുദായ നേതാക്കൾ, പുരോഗമനമായ ആളുകളുണ്ട്. അവർ 2 വർഷം മുമ്പ് മുണ്ടക്കൈയിൽ ചൂരൽമലയിലും ദുരന്തമായ സമയത്ത് കണ്ടെടുത്ത മൃതദേഹം സ്വീകരിക്കുന്ന ആ ചടങ്ങുകളിലൊക്കെ പങ്കാളികളായ നേതൃത്വം വഹിച്ച ആളുകൾ തന്നെയാണ്. അവരെല്ലാവരെയും ഒരുമിച്ച്, ജാതിമത ഭേദമന്യേ ഒരുമിച്ചാണ് ഈ പുത്തുമലയിൽ അന്തിയുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവമത പ്രാർത്ഥനയും അതിന്റെ പ്രതീകമെന്നോണമാണ്. വിവിധ മത വിഭാഗങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമുഖമായുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നതിന് ശേഷം പ്രാർത്ഥന നടക്കും. തൊട്ടു മുമ്പാകെ സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണറും ഉണ്ടായിരുന്നു. അവർ അനുസ്മരണം നടക്കുന്നു. തൊട്ട് താഴെയും മുകളിലുമായി ശ്മശാന ഭൂമിയിൽ ഉറ്റവരെ കാണാനുള്ള ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അസ്ത്രപൂജ നൽകിയ ശേഷം ഈ അനുസ്മരണ പരിപാടികളിലും അല്ലെങ്കിൽ ഈ സർവമത പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി അവരും ഈ പരിപാടികളിലൊക്കെ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ നീറുന്ന വേദനയുമായി വന്ന് ഇവിടെ അനുസ്മരണ അല്ലെങ്കിൽ ഈ സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മനസ്സിന് അല്പമെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴിയായി ഈ സർവമത പ്രാർത്ഥന മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും വേദനയോടെയാണ് ഈ ഭൂമിയിൽ അവരുടെ നിൽക്കുന്നത്.